വെൽക്കം ടു സെൻട്രോമാൾ നോട്ട് ദി പോയിന്റ്. പർച്ചേസിംഗിലൂടെ അറിവിലൂടെ സമ്മാനങ്ങളും നേടൂ. സെൻട്രോമാൾ നോട്ട് ദി പോയിന്റ്. സെൻട്രോമാളിലെ അമ്യൂസ്മെന്റ് പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗെയിം ഷോ ആരംഭിക്കാം. ഓക്കെ. ഹായ്, നമസ്കാരം. എന്താണ് പേരെന്താണ്? രാകേഷ്. കൃഷ്ണപ്രിയ. ഓക്കെ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? മാള. ഞങ്ങളിത് ഇവിടെ വന്നിരിക്കുന്നത് സെൻട്രൽ മാളിൻ്റെ നോട്ട് ദി പോയിന്റ് എന്ന് പറഞ്ഞൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളൊരു 3 ചോദ്യം ചോദിക്കും. അപ്പോൾ അതിന് ആൻസർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. അത് വെച്ചിട്ട് ആ ഷോപ്പിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നോട്ട് ദി പോയിന്റ് എന്നാണ് നമ്മുടെ ഷോയുടെ പേര്. 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് ലൈൻ ഉണ്ട്. ചോദിച്ചിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ എ ഫ്രണ്ട് ഉണ്ട്. അത് ഒറ്റ പ്രാവശ്യമുള്ളൂ. പക്ഷേ ഏത് ചോദ്യത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഒരു ചോദ്യത്തിന് ഫോൺ ഓക്കെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചറിയാലോ. അപ്പോൾ അത് എത്രാമത്തെ വർഷമായിരുന്നു നമ്മൾ ആഘോഷിച്ചത്? 75. ഉറപ്പാണോ? 76. ഉറപ്പാണോ? 76. ഓക്കെ, കറക്റ്റാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. എങ്ങനെയുണ്ട് നമ്മുടെ സെൻട്രൽ മാളൊക്കെ? എങ്ങനെയുണ്ട്? വരാറുണ്ട്, അടുത്ത് വരാറുണ്ട്. അതല്ലേ. ഓക്കെ ഓക്കെ. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പോ അല്ലെങ്കിൽ ഏതൊക്കെയാണുള്ളത്? ഇല്ല, മെയിനായിട്ട് കുട്ടികൾ കളിക്കുന്നതാണ് വരാറ്. പിന്നെ മാക്സിൽ വരാറ്. അതെ. ഓക്കെ 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 ഓക്കെ. ചേട്ടൻ എന്ത് ചെയ്യാണ്? ഞാൻ ഏഷ്യൻ മനസ്സിലാക്കും. ഏഷ്യൻ മാം. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിപ്പോൾ 4 വർഷം. 6 വർഷം. 4 വർഷം. ഓക്കെ ഓക്കെ. ഏഷ്യൻ മൈൻസിൽ എന്താ? ഈസി കളർ അസോസിയേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഈസി കളർ അസോസിയേറ്റ് എന്ന് വെച്ചാൽ ഏഷ്യൻ മൈൻസിൽ ഓൺലൈനായിട്ട് വരുന്ന വർക്കുകളൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് അതിൽ കസ്റ്റമേഴ്സ് മീറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യണം. ഈസി കളർ അസോസിയേറ്റ് എന്ന് പറയും. ഈസി കളർ അസോസിയേറ്റ്. അപ്പോൾ അതിൽ നമുക്ക് 3D ആയിട്ടൊക്കെ കളേഴ്സ് ചെയ്യാം. എല്ലാം ഒരു വലിയ വർക്കുകൾ, വലിയ ബിൽഡിങ്സിൻ്റെ ഒക്കെ വർക്കുകളൊക്കെ പ്രൊജക്ട്. എങ്ങനെ ഇരിക്കും പ്രൊജക്ട് കഴിഞ്ഞാലൊന്ന് ഇറങ്ങാവുന്ന കണ്ടീഷനിലേക്ക്? അങ്ങനെയല്ല, വലിയ വർക്കുകളൊക്കെ കൊട്ടേഷൻ എടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പെയിന്റിങ് വർക്കുകൾ. ഓക്കെ ഓക്കെ. നിങ്ങൾ മാരേജ് എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് ആയിരുന്നോ, ലവ് മാരേജ് ആയിരുന്നോ? അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടാവില്ലേ? ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും. ഓക്കെ, അതല്ലാതെ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഓർത്തിരിക്കാനായിട്ട് ലൈഫ് ലോങ് എങ്ങനെ? കോളേജ് ലൈഫിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് മറക്കാനാവാത്തത്? ഒരുപാടുണ്ട്, എല്ലാം പറയാൻ പറ്റില്ല. എന്നാലും പെട്ടെന്ന് ഒരെണ്ണം പറയാനാണെങ്കിൽ, ആദ്യമായിട്ട് ആളെ കണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഒരു. ആദ്യമായിട്ട് ഇവിടെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഒരു മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. അത് ഏത് ദിവസമായിരുന്നു? അത് ഓർമ്മയില്ല. ഇല്ല, ദിവസം ഓർമ്മയില്ല. അതൊരു സാഹചര്യം, ഒരു പ്രത്യേക സാഹചര്യം. അതൊന്ന് പറയാമോ നമ്മളോട്? എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഞാൻ ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ച് പറയുക ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പാലക്കാട് പോളിടെക്നിക്കിലാണ് പഠിച്ചത്. ഇപ്പോൾ 7 വർഷമായി. നമ്മൾ 14 ബാച്ചാണ്. 2014, 17 ബാച്ചാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ ഓക്കെ. നമ്മുടെ റവന്യൂ മന്ത്രിയുടെ പേരറിയാം? റവന്യൂ മന്ത്രി കരാജ്. കറക്റ്റ്. അടിപൊളി. ഒറ്റടിക്ക് ചിന്തിക്കാനൊരു നോളജാണ്. രാഷ്ട്രീയപരമായിട്ട് നോളജ്. കോളേജിലെ ഭയങ്കര പ്രസംഗത്തിന്റെ ആളായിരുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടികളാണ് സഭയിലായിരുന്നു? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തനങ്ങളൊക്കെ ഇല്ല, ഇപ്പോൾ ഒരു പാർട്ടിയും പ്രവർത്തിക്കുന്നില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇപ്പൊ വീക്ഷണം മാത്രമേ ഉള്ളൂ. ഇല്ല, കോളേജിൽ പഠിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഓക്കെ. അല്ലെ, ഇപ്പോൾ കറന്റ് മോണിറ്ററിങ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ല, പ്രവർത്തനങ്ങളൊന്നുമില്ല. ഇല്ല, മൊത്തം വീക്ഷിക്കുന്ന പ്രവർത്തനങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഏത് രാഷ്ട്രീയത്തിനെ കുറിച്ചാണ്? കേരളത്തിന്റെ രാഷ്ട്രീയം അത്രേ ഉള്ളൂ. രാഷ്ട്രീയക്കാരൻ അല്ലല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഈ ലൂസിഫർ സിനിമയിൽ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുന്നത് ഇപ്പോൾ ശരിയും തെറ്റും തമ്മിലല്ല, വലിയ തെറ്റും ചെറിയ തെറ്റിനെ തിരഞ്ഞെടുക്കാനുള്ളതാണ്. അത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ അടുത്ത തവണ വോട്ട് ചെയ്യുമ്പോൾ ചെറിയ തെറ്റിനെ മാത്രമേ തിരഞ്ഞെടുക്കുന്നു. എല്ലാവരും ഉടായിപ്പ് കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് നല്ല പറയാനൊന്നുമില്ല. എല്ലാ പാർട്ടിക്കും പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ടഫ് ആയിക്കോട്ടെ അല്ലേ? കുറച്ച് ടഫാണ്. പക്ഷെ പറയാൻ പറ്റില്ല.
പരമാവധി ഇനിയിപ്പോൾ കിട്ടാത്ത ചോദ്യം ചോദിക്കുമല്ലോ. ഗെയിം ആകുമ്പോൾ കഴിഞ്ഞ സ്റ്റെപ്പ് വേണമല്ലോ. ഇപ്പൊ ഈ കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലെ ഒരു സമാധി ഉണ്ട്, പൊതുജനം സെൻട്രൽ മാളിലെ തൊട്ട് ഫ്രണ്ടിലാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ആരുടെയാണെന്ന് അറിയാമോ? മന്ത്രിയായിട്ടുണ്ടോ അത്? ഇല്ല, അത്രയും ക്ലൂസ് നമ്മളില്ല. അതിലില്ല. ഒരു ഫോണെ ഫ്രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. സ്പീക്കറിലിട്ട് ആരോടാന്ന് വെച്ചാൽ സംസാരിക്കാം, ഒരാളോട്. ഓക്കെ, ചേട്ടനെ വിളിച്ച് നോക്കാം. കൊടുങ്ങല്ലൂർ ഫ്രണ്ടിലുള്ള സമാധി അല്ലേ? ചന്തപുരയിൽ. ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, നിങ്ങളുടെ ആളെ അറിയിച്ചോളൂ. ഹലോ, ചേട്ടൻ എവിടെയാ? ചേട്ടാ, ഞാനിവിടെ കൊടുങ്ങല്ലൂർ സെൻട്രൽ മാളിൽ വന്നിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കാമെന്ന് പറഞ്ഞേ. ഈ നമ്മുടെ കൊടുങ്ങല്ലൂര് ചന്തപ്പുരയിൽ ഒരു സ്മാരകം പോലെ ഇല്ലേ, സമാധി, ആ സെൻറ്ററിൽ, അത് ആരുടെയാണ് ചേട്ടനറിയോ? ഓപ്ഷൻ ഇല്ല ചേട്ടാ. ഫോണെ ഫ്രണ്ട് ആണ് നമ്മുടെ ഓപ്ഷൻ. അല്ല, പേര് പറയാനാണ് പറയുന്നത്. വൈദ്യരാണോ? ഞാനും കുറെ കടന്നു പോയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വി കെ രാജനല്ലല്ലോ ചേട്ടാ? ആണോ? ആണോ? ഓക്കെ ഓക്കെ, അപ്പോൾ വൈദ്യുതി അറിയാം. ഇല്ല, സമയം ഇപ്പൊ തീരാറായിരിക്കും. ഒരാളെ മാത്രം വിളിച്ചു ചോദിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, കോള് കട്ട് ചെയ്യാം നമുക്ക്. ശരി കേട്ടോ. അപ്പോൾ ഞാൻ വൈദ്യുതി ഉത്തരം പറയുന്നു. വൈദ്യുതി എന്ന് പറയാൻ പറ്റില്ല, ഒരു പേരായിട്ട് പറഞ്ഞു. പകുതി ശരിയാണ്, പക്ഷേ പകുതി കൂടി ഉണ്ട്. ചേട്ടൻ പറഞ്ഞത് പത്മനാഭനോ കുമാരനോ അങ്ങനെ പറഞ്ഞൊരു വൈദ്യുതി പേരാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മള് പകുതി മാർക്ക് കിട്ടിയിട്ടുണ്ട്. തെറ്റിപ്പോയി എങ്കിൽ പോലും, പക്ഷെ നല്ലൊരു പാർട്ടിസിപ്പൻസ് ആയിരുന്നു അല്ലേ? കാരണം അത്യാവശ്യം നല്ല ഒരു ജനറൽ നോളജ് ഉള്ള ഒരു പാർട്ടിസിപ്പന്റ് തന്നെയായിരുന്നു. വി നാരായണൻ വൈദ്യൻ. അത് കൊടുങ്ങല്ലൂരിലെ ഫസ്റ്റ് മുനിസിപ്പൽ ചെയർമാൻ്റെ ആയിരുന്നു ഇവിടുത്തെ സമാധി. ഇനി പോകുമ്പോൾ ഒന്ന് കയറി നോക്കാം. പാസ് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടില്ല, പേര് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും സെൻട്രൽ മാളിൽ വരിക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂടെ ഉത്തരം പറയുന്നവർക്കാണ് നമ്മൾ ആ ഒരു പ്രൈസ് കൊടുക്കുന്നത്. പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. മിഴിക്കു ചുറ്റിലും ഇന്നുല്ലാസം ഉണർത്തും ഉത്സവം കാണാം കിനാക്കളേകി. ചേട്ടാ നമസ്കാരം, ഞങ്ങൾ സെൻട്രൽ മാളിൻ്റെ ഒരു ഗെയിം ഷോ ആയിട്ട് വന്നതാണ്. ഗെയിം ഷോയിൽ പങ്കെടുത്ത് ഞങ്ങൾ 3 ചോദ്യങ്ങൾ ചോദിക്കും. പറയാതിരിക്കാം. അത് പറയുകയാണെങ്കിൽ ചേട്ടന് ഇവിടുത്തെ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ തരും. ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ തരും. പിന്നെ ഈ 3 ചോദ്യത്തിൽ നമുക്കൊരു ലൈഫ് ലൈൻ ഉണ്ട്. അതായത് കിട്ടാണ്ട് വരികയാണെങ്കിൽ ഒരു ഫോണെ ഫ്രണ്ട് ഉണ്ട്. അത് ഏത് ചോദ്യത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? ബാബു. 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 എവിടെ നിന്നാണ് വരുന്നത്? എടവനക്കാട്. എടവനക്കാട്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? പുതിയ ഗോവയാണോ? കറക്റ്റ്. ആദ്യത്തെ ചോദ്യം തന്നെ പഠിച്ചത് ഇവിടെ മാപ്പ് നോക്കിയായിരുന്നു. ഓക്കെ സാർ എന്താ ചെയ്യുന്നത്? ഞാൻ റിട്ടയർഡാ. സർവീസിൽ എന്ത് സർവീസിലായിരുന്നു? പോലീസിലായിരുന്നു. പോലീസുകാരാണ് ഒരു ക്യാപ്പിട്ട് നിൽക്കട്ടെ. പാവ പോലീസ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്ത്യയില് 6 തവണ പ്രധാനമന്ത്രിയായിട്ടുള്ള ആളാരാണ്? 6 തവണ ഇന്ദിരാഗാന്ധി ആയിരിക്കും. അല്ല, ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തൂടെ? നിങ്ങൾക്കൊരു ഫോണെ ഫ്രണ്ട് ഉണ്ട്. ഫോൺ കാറിലിരിക്കും. ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, കറക്റ്റ്. ജവഹർലാൽ ഗസ് ചെയ്തതാണോ? ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ നെഹ്റു ആയിരിക്കും എന്നുള്ളൊരു ലോജിക്കലി വർക്ക് ചെയ്തതല്ലേ? മാഡം എങ്ങനെയാണ് നിങ്ങൾ
മൂന്നിനും ക്വസ്റ്റ്യൻ ആളെങ്ങനെയുണ്ട്? ഭയങ്കര പോലീസുകാരനാണെന്നൊക്കെ പറഞ്ഞു. അത് കുഴപ്പമില്ല. മീശ പോലീസുകാരായിരുന്നോ? അല്ല അല്ല അല്ല, പാവായിരുന്നു വീട്ടില് ഫ്രണ്ടിലേക്ക്. കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. സാറേ അങ്ങനെ സർവീസിൽ അങ്ങനെ ഭയങ്കര സംഭവം അങ്ങനെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കുഴപ്പമില്ലാതെ തീർന്നതാണ്. തീർന്നത് നോർമൽ എത്ര വർഷം റിട്ടയർഡ് ചെയ്തിട്ട്? 3 വർഷം കഴിഞ്ഞു. 3 വർഷം. 3 വർഷം കഴിഞ്ഞിട്ട്. നമുക്കൊന്ന് അടുത്ത ജീവിതത്തിലേക്ക് കിടക്കാം. അതും കൂടി കിടത്തി വേഗം നിർത്താൻ മതി. ഓക്കെ ലോകരിതം കണ്ടുപിടിച്ചത് ആരാണ്? ലോകര് അറിയാവുന്ന കൂട്ടത്തിലായിരുന്നു. ലോഗരിതം ടേബിൾ ടേബിൾ അറിയാവുന്ന അയ്യോ ഫോണ് ഫോണിൽ ഫ്രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക്. നല്ലൊരു പ്രശ്നമായിരുന്നു. അപ്പൊ നമ്മുടെ ഫോൺ ഫ്രണ്ട് ഓപ്ഷനിൽ കിട്ടിയിട്ടില്ല, കോൾ കണക്ട് ആയിട്ടില്ല. മൊബൈലെടുത്തില്ല, പോക്കറ്റിലൊന്നുമില്ല. ലോകത്തിന്റെ മോൾക്കറിയോ ലോകരിതം കണ്ടുപിടിച്ചത് ആരാണ്? ഇല്ല. കൊച്ചി തരുമ്പോൾ മേടിച്ചിട്ട് അലക്സാൻഡ്രീന എന്ത് ക്ലാസ് പഠിക്കുന്നു? 6th ഏത് സ്കൂളാ? സെന്റ് ആൻസ് കോട്ടപ്പുറം. കോട്ടപ്പുറം പഠിക്കുമ്പോൾ. ഓക്കെ, ഇനി ആരെങ്കിലും അതുപോലെ അല്ല ക്ഷീണിച്ചിട്ടൊക്കെ കോൾ കണക്ട് ആയില്ല അല്ലേ? അത് കണക്റ്റ് ആയില്ല. കോൾ എടുത്തില്ല. വേറെ ആരെങ്കിലും? പിന്നെ അനിയത്തിയുടെ നമ്പർ അറിയാമില്ല. മേടിച്ചിട്ടൊക്കെ അറിയാമോ? ആ ബിഞ്ചു ഉണ്ടല്ലോ. ബിഞ്ചുകളില്ല. പറഞ്ഞു കൊടുക്കും. 98 മരത്തിന് ഭയങ്കര ഓർമ്മയുള്ള അത് ഇത്രയും നമ്പേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട്. പോയത് തന്നെ. എന്റെ ആരെ വിളിക്കില്ല. അപ്പൊ ഒരു നമ്പർ ഗെയിം വിളിക്കാൻ പറ്റുമോ? പക്ഷെ അമ്മച്ചക്ക് പറ്റുന്നു. ഒന്ന് ട്രൈ ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്യാം. ആൻസർ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ജോൺ നെപ്പിയർ. അങ്കിളിന്റെ കണക്ക് ഭയങ്കര ഇതാണ്. വീട്ടിലോട്ട് വിളിച്ചവർക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അത്ര ഇതൊന്നും അത് അങ്കിളിന് മനസ്സിലായി, പെട്ടെന്ന് തന്നെ അത് ഓടിയെന്ന് മനസ്സിലായി. സാരല്ല, അപ്പൊ എന്തായാലും സെൻട്രൽ വാർഡ് വന്നതിന് സന്തോഷം. അപ്പൊ ഒരുപാട് സന്തോഷം ഈ ഒരു ഗെയിമിൽ പങ്കെടുത്തതിന്. പേരെന്താണ്? ഡിയ. മോന്റെ ഹരി. അപ്പോൾ പുതിയ ആളുകളും പുതിയ അറിവുകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദിസ് ഇസ് ദിയ ദിസ് ഇസ് ഹരി സൈനിങ് ഔട്ട്.